നമസ്കാരം. ശബരിമലയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അയ്യപ്പന്റെ വിഗ്രഹം അവിടെ ഉണ്ടോ, അത് ഒറിജിനൽ ആണോ എന്ന് പോലും നമുക്ക് സംശയമാണ്. SITയുടെ അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ച ഒരു മട്ടിലാണ്. കാരണം ഓരോ ദിവസവും CPMലെ നേതാക്കൾ SIT വിലങ്ങിടുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം കോടതി കൊടുക്കുന്നു. കാരണം ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് നിയമം. ആ നിയമം SIT പാലിച്ചില്ല. അപ്പോൾ കോടതി സ്വാഭാവികമായി ജാമ്യം കൊടുത്തേ കോടതിക്ക് പറ്റുകയുള്ളൂ. അങ്ങനെ ആ ഒരു പ്രശ്നം ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സന്നിധാനത്ത് വലിയ ഒരു സുരക്ഷാ പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കൊന്നും സന്നിധാനത്തേക്ക് ഒരു തരത്തിലുമുള്ള അനുമതിയും ഈ മകരവിളക്ക് ദിവസത്തിൽ ദേവസ്വം ബോർഡും സർക്കാരോ കൊടുത്തിട്ടില്ല. പക്ഷേ ബ്ലോഗർമാർക്കും അതോടൊപ്പം തന്നെ CPM നേതാക്കളായ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സിനിമക്കാർക്കൊക്കെ സന്നിധാനത്ത് യഥേഷ്ടം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ മകരവിളക്ക് ദിനത്തിൽ ശബരിമല സന്നിധാനത്ത് വിലക്ക് ലംഘിച്ച് സിനിമ ഷൂട്ടിംഗ് നടന്നതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് സംവിധായകൻ അനുരാജ് മനോഹറിന്റെ നേതൃത്വത്തിൽ സിനിമ ചിത്രീകരണം നടന്നത്. ശബരിമലയിൽ ഈ മണ്ഡലകാല മകരവിളക്ക് സമയത്ത് യാതൊരു തരത്തിലുമുള്ള ചിത്രീകരണം പാടില്ല. അയ്യപ്പ ഭക്തർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം പലതവണ ഉണ്ടായിരുന്നു. അതെല്ലാം അട്ടിമറിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ശബരിമലയിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായാണ് ഇത് വ്യക്തമാക്കുന്നത്. ശബരിമലയെയും അതോടൊപ്പം തന്നെ പമ്പയെയും ആസ്പദമാക്കിയുള്ള സിനിമയുടെ ഇതിവൃത്തവും സംശയം വലിയ രീതിയിൽ ജനിപ്പിക്കുന്നത് തന്നെയാണ്. അതിനാൽ ചിത്രത്തിന്റെ തിരക്കഥ അടക്കമുള്ളവ പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കി നരിവേട്ട എന്ന ചലച്ചിത്രം കഴിഞ്ഞ വർഷം സംവിധാനം ചെയ്തത് അനുരാജ് മനോഹർ ആണ്. മകരവിളക്കിന് തൊട്ടു മുമ്പാണ് സന്നിധാനത്ത് ചലച്ചിത്ര ഷൂട്ടിംഗ് നടത്താൻ അനുമതി നൽകണമെന്ന് അനുരാജ് മനോഹർ മൊബൈൽ ഫോണിലൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറിനോട് ആവശ്യപ്പെട്ടത്. പമ്പയെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് താൻ സംവിധാനം ചെയ്യുന്നതെന്നും അതിനാൽ മകരവിളക്ക് ദിനത്തിൽ ചിത്രീകരണത്തിന് അനുമതി നൽകണമെന്നായിരുന്നു ആവശ്യം. ഹൈക്കോടതി നിർദ്ദേശം വ്യക്തമാക്കി K ജയകുമാർ അപ്പോൾ തന്നെ അനുമതി നിഷേധിക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് ജയകുമാർ പറയുന്നത്. ഇതോടെ അനുരാജ് സന്നിധാനത്തിന്റെ ചുമതലയുള്ള ADGPയോട് അനുമതി തേടി. പമ്പ ഹിൽ ടോപ്പിൽ സിനിമ ചിത്രീകരിക്കാൻ അദ്ദേഹം അനുമതി നൽകി. എന്നാൽ ഇതിന്റെ മറവിൽ അനുരാജ് മനോഹറും സംഘവും മകരവിളക്ക് ദിനത്തിൽ തന്നെ സന്നിധാനത്ത് ചിത്രീകരണം നടത്തിയ വിവരമാണ് പിന്നീട് പുറത്തുവിട്ടത്. ഉടൻ തന്നെ നിജസ്ഥിതി അന്വേഷിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിന് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. 2 ആഴ്ച നീണ്ട അന്വേഷണത്തിനൊടുവിൽ മകരവിളക്ക് ദിനത്തിൽ സന്നിധാനത്ത് സിനിമ ഷൂട്ടിംഗ് നടന്നതായി വ്യക്തമാക്കുന്ന പെൻഡ്രൈവ് ദൃശ്യം അടക്കമുള്ളവ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറിന് മുമ്പാകെ സമർപ്പിച്ചത്. തുടർ നടപടികളെ പറ്റി ലീഗൽ സെല്ലിന്റെ അഭിപ്രായം തേടിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയും CPM പ്രവർത്തകനുമായ സംവിധായകൻ അനുരാജ് മനോഹർ ശബരിമല പശ്ചാത്തലമാക്കി സിനിമ എടുക്കുന്നത് സന്നിധാനത്തെ വിവാദ കേന്ദ്രമാക്കി മാറ്റുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന സൂചനയും പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം മകരവിളക്ക് വിവാദമാക്കാനും ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് വിമർശനം. ഇതിൽ നക്സൽ തീവ്രവാദ സംഘടനകൾക്കും പങ്കുള്ളതായി സംശയമുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. കാരണം ഒരു CPMകാരൻ, അതായത് നിരീശ്വരവാദിയായ ഒരു CPMകാരൻ മകരവിളക്ക് ദിവസം തന്നെ സന്നിധാനത്ത് ഷൂട്ട് ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം, അത് ആ മകരവിളക്ക് സമയം അവിടെ ഒരു അലങ്കോലം സൃഷ്ടിക്കാനാണോ, അല്ലെങ്കിൽ ഇവരുടെ പിന്നിൽ മറ്റേതെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ പിന്നിൽ വലിയ ടീമുകൾ, അതായത് രാജ്യദ്രോഹ ടീമുകളുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.